ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എല്ലാവരെയും എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ അടക്കിയ സ്ഥലം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എൻ്റെ മഞ്ഞപ്പെണ്ണും കൊച്ചിയറുമ്പനും ബ്ലാക്കിയും എൻ്റെ ജൂണും കിടക്കുന്ന സ്ഥലമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. സങ്കടം കൊണ്ടാണ് ആയിരിക്കും. സങ്കടം ഉണ്ടല്ലോ. ഇത് ഞാനൊരു റംബുട്ടാനും മാവും നട്ടിരിക്കുന്നതിൻ്റെ മൂട്ടിലാണ് കൊണ്ട് വെച്ചത്. അപ്പോൾ പിന്നെ ഇതാരും ഇളക്കി കളയുകയോ ഒന്നും ചെയ്യില്ലല്ലോ, ഡിസ്റ്റർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള എന്തെന്ന് വെച്ചാൽ, നമ്മൾ മരിച്ചാൽ നമുക്കിവിടെ നമ്മുടെ സ്ഥലത്ത് കിടക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ശ്മശാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാന്തി കവാടത്തിലോ ഒക്കെ പോകണം. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനുള്ള ഭാഗ്യം വന്നു കേട്ടോ. പൂച്ച കുഞ്ഞുങ്ങൾക്ക് പിന്നെ നമുക്കങ്ങനെ കിടക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ഇതും കാണിച്ചിട്ട്, ഞാനിവിടെ നട്ടിരുന്ന പിന്നെ എനിക്കങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇവിടെ നട്ടിരുന്ന വാഴയല്ല വെട്ടിക്കളഞ്ഞിട്ട് വേറെ മരിച്ചിന് വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനൊരാളോടെ വന്നപ്പോൾ ഞാൻ അതുമൊക്കെ കാണിക്കാം. ഇത് കണ്ട ചക്ക ഉണ്ടല്ലോ, നമ്മുടെ പ്ലാവിലെ ചക്കകളൊക്കെ നിൽക്കുന്നു, പെട്ടെന്ന് പഴുക്കുന്നുണ്ട്. ഒരു ദിവസം പറിച്ച് വെച്ച് അടുത്ത ദിവസം പഴുത്ത് വരും. ഇപ്പോൾ 2 ചീത്തയായിരുന്നതുകൊണ്ട് ഞാൻ 2 വെട്ടി താഴെ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളുടെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇത് വീട്ടിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. അവിടെ എൻ്റെ പഴയ കാറ്, എത്ര വർഷമായിരുന്നോ പഴക്കം, 23 വർഷം പഴക്കമുള്ള കാറാണ് ആ കിടക്കുന്നത്. പിന്നെ ഇതേ ചെടി. പിന്നെ ഇന്ന് നമുക്കങ്ങനെ റോഡ് വരെ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് റോഡ് വരെ നമുക്ക് സ്ഥലമുണ്ട്. നല്ല ഭംഗിയായിട്ടൊക്കെ, ഇതിനെക്കാട്ടി ഭംഗിയായിട്ടൊക്കെ ആൾക്കാർക്ക് വയ്ക്കാൻ അറിയാമായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അത്രയ്ക്കൊന്നും ഡെക്കറേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. മഴ പെയ്യുന്നു ചെറുതായിട്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോനാണെങ്കിൽ അവൻ ഭയങ്കര അറിയാൻ പറ്റും. അവൻ മിലിറ്ററിയിൽ എയർഫോഴ്സിലല്ലേ, അവർക്ക് അവിടെയൊക്കെ എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഇവിടെയൊക്കെ ഇപ്പം കുറേ ചെമ്പരത്തിയൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് പൂക്കളൊക്കെ കുറവാണ്. പിന്നെ പുറ്റിയിലൊക്കെ ആവശ്യത്തിനൊരു 10-12 പൂവ് പിടിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്നും മനസ്സിന് സുഖമില്ല. ഇനിയും കുഞ്ഞുങ്ങൾക്ക് വല്ലതും കുഴപ്പം വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് മനസ്സിന് വിഷമം തന്നെയാണ്. ഇത് നമ്മളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി, ഇതുവരെ പണി തീർന്നില്ല. പണി തീർന്ന ആൾക്കാർ താമസിക്കാൻ വരുമ്പം എനിക്ക് കൂട്ടാകും. അയ്യോ, മഴ നന്നായിട്ട് പെയ്തല്ലോ. ഇത് കണ്ട കപ്പ, ഇത് ഏപ്രിൽ 10 വെച്ച കപ്പയാണ് ഈ കിളുത്ത് വന്ന. ഇനി ബാക്കി ഒരാളവിടെ നിന്നുകൊണ്ട് വെട്ടുന്നുണ്ട്. ആളിനെ ഞാൻ കാണിക്കുന്നത്, ഞങ്ങൾക്ക് ദേഷ്യം വന്നാൽ എന്നെ വഴക്ക് പറയില്ല. ഇപ്പം വേണ്ട, ഇതല്ലേ, ഇതൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം കപ്പ നട്ടു വെച്ചിരിക്കുകയാണ്. ഇനി അപ്പുറത്ത് കുറച്ച് സ്ഥലം കൂടെ, അവിടെ കൂടെ നടുവായിരിക്കും. അതോ ഇനി നിർത്തി പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ അവരുടെ ഡിപ്പെൻസാണ്. അവരല്ലേ ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊന്നും ചെയ്യൂല. അവർക്ക് ഇഷ്ടമുള്ള ഒരു മൈന വന്നിരിക്കുന്നതുണ്ട. നമ്മുടെ കിണറിൻ്റെ മോൾ ഭാഗത്തൊക്കെ ചവറായിരുന്നു, അതെല്ലാം ഞാൻ വൃത്തിയാക്കി. ഇവിടെയൊക്കെ അവന്മാർ ഓടിക്കളിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്. നമുക്ക് വരാനുള്ളത് അവർക്ക് വന്നു, അത്രയേ ഉള്ളൂ. അപ്പം മഴ നന്നായിട്ട് ഉറച്ച് കേട്ടോ. ഇപ്പം വീട്ടിനകത്തോട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെയും ഒക്കെ കപ്പ നട്ട്. ഇവിടെ കൈതോന്നി നിന്നതായിരുന്നു ഒരുപാട്. അതൊക്കെ ഞാൻ 2-3 ദിവസം മുമ്പ് പറിച്ചുകൊണ്ട് പോയായിരുന്നു. പിന്നെ മാവിൻ്റെ പരിസരം, ഇതിൽ മാങ്ങ അധികം ഉണ്ടായിട്ടില്ല. അയ്യോ, ഭയങ്കര മഴയായല്ല. ഇതിപ്പം ഇവിടെ അടുത്ത് നമ്മളുടെ അവിടെ വേറൊരു കാർ ഷെഡും കൂടെ ഉണ്ടല്ലോ, അങ്ങോട്ടോട്ട് ഓടിക്കയറാം. അതേ നടക്കൂ. എൻ്റെ സ്പീഡിൽ നടക്കുക. അതുകൊണ്ട് ഇവിടെ ആ കാർ ഷെഡിൻ്റെ അവിടെ വന്ന് അപ്പോൾ അതിനകത്തോട്ട് കയറാം. അല്ലെങ്കിൽ മഴ നനഞ്ഞ് പഞ്ചറാവും. മഴയും പിന്നെ വേണ്ട. ഇതെൻ്റെ പുതിയ കാറാണ്, ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് പിന്നെ ഞാൻ എൻ്റെ ചാണകപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു, ചെടിക്കൊക്കെ ഇടാനുള്ള. ഒന്നും ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സില്ല. അതുകൊണ്ടാണ്. ഇവിടെയും കുറച്ച് മരിച്ചിനി കഴിഞ്ഞ മാസം ഏപ്രിൽ 10 നട്ടതായിരുന്നു. ഞാനന്ന് ഗുരുവായൂർ പോയിരിക്കുന്നത്, അന്നാണ് ഈ ആൾ വന്ന് നട്ടത്. അതുകൊണ്ട് എനിക്ക് ഡേറ്റ് നന്നായിട്ട് അറിയാം. പിന്നെ മെനിഞ്ഞാന്ന് ഞാൻ ഗുരുവായൂർ പോയപ്പോഴാണ് അങ്ങനെ അന്ന് ബാക്കി നട്ടത്. ഒന്നണ്ടേ ഇതുവഴി വന്ന് ഈ കാർ ഷെഡിൻ്റെ അവിടെ നിന്ന് നോക്കിയാലും എൻ്റെ കുഞ്ഞുങ്ങളെ അടക്കിയിരിക്കുന്ന സ്ഥലം കാണാനുണ്ട്. ഇവിടെയാണ് ഞാൻ അടക്കിയത്.
മഴയായതുകൊണ്ട് ഇനി വീട്ടിൻ്റെ അങ്ങോട്ട് കയറാൻ പറ്റൂല. വീട് കൊണ്ട് അവിടെ തന്നെ. ഇതുകൊണ്ട് ഈ മതിലിൻ്റെ അപ്പുറത്താണ് വീട്. മതിൽ കെട്ടിയെന്നേ ഉള്ളൂ. അതൊരു പ്രോപ്പർട്ടി. പിന്നെ ഇത് വേറൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചതായിരുന്നു. ഇത് മോൻ്റെ പ്രോപ്പർട്ടിയാണ്, രണ്ടാമത്തെ മോൻ്റെ. അപ്പം കാറും ഉണ്ടാതെ കിടക്കണം. കാറിനകത്ത് ഭയങ്കര ഇതാണ്. എൻ്റെ കുഞ്ഞു കാറാണെങ്കിൽ അവനെ ഒന്നും ചെയ്യണ്ട. അവനാണോ അവളാണോ അതൊന്നും ചെയ്യണ്ട. നമുക്കങ്ങ് പതുക്കെ തുടച്ചിട്ട് അങ്ങ് എടുത്തുണ്ട്. ഇതാകുമ്പോൾ തുടയ്ക്കാനൊക്കെ പാടാണ്. എന്നാലും മറ്റേതാണെങ്കിൽ തുടയ്ക്കാതെ പോയാലും കുഴപ്പമില്ല. നമ്മൾ വലിയ കാറും കൊണ്ട് പോകുമ്പോൾ ആൾക്കാർ കയ്യെ ചപ്പട്ട കാറ് പോലും തുടച്ചിട്ടില്ല എന്ന് വിചാരിക്കില്ല. കണ്ടോ മഴ പെയ്യുന്നുണ്ടോ? ദൂരോട്ട് അപ്പുറത്തോട്ടൊക്കെ വീടുണ്ട്. ഇവിടെ ആകെ ഞങ്ങൾ 5-6 വീട്ടുകാരേ ഉള്ളൂ. പിന്നെ കുറേ പേര് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. വന്നൊക്കെ ഇനി വീട് വയ്ക്കണം. മഴയും കാണാമല്ല, കണ്ടില്ലേ? ഒരു ശംഖുപുഷ്പത്തിൻ്റെ കാർഷെഡിൻ്റെ പുറത്ത് ഞാൻ 2-3 ചെടികളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തുമൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മടിയാണ് എനിക്ക്. വെള്ളം ഒഴിപ്പൊക്കെ കുറവ് തന്നെ. അതുകൊണ്ടൊക്കെ ചീത്തയായിയൊക്കെ പോകും. മഴ കുറച്ച് നേരം നമുക്ക് കാണാം അല്ലേ? ഇവിടെ നമുക്ക് കാറിൽ ചാരി നിന്നുകൊണ്ട് മഴ കാണാം. അതിൻ്റെ അപ്പുറത്ത് നേരെ ഒരു വീട് കണ്ട, അതൊരു വീടാണ്. അത് അതിൻ്റെ ഇപ്പുറത്തൊരു വീട്, പിന്നെ അപ്പുറത്ത് 2 വീട്. അങ്ങനെ ഞങ്ങൾ 2-4 എൻ്റെ വീടൊന്ന് 5 വീടാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇവിടെ 16 പ്ലോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതിലിപ്പം 3 പ്ലോട്ട് ഞങ്ങളുടെ തന്നെയാണ്. പിന്നെ ആ വീട് കാണുന്നവർക്ക് തൊട്ടടുത്തൊരു പ്ലോട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് അവിടെ 3 പ്ലോട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് ഈ മതിലിൻ്റെ അപ്പുറത്ത് 3 പ്ലോട്ടാണ്. അതിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് അറ്റത്ത് അവർക്ക് വേറൊരു വീട് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വേറൊരാളുടേതാണ്. അങ്ങനെ കുറേ സ്ഥലം. പക്ഷേ ഇവിടെ താമസിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് ആരും ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് കാര്യം റോഡിൽ നിന്ന് ഇറങ്ങി ഇത്രയും ദൂരം വരണ്ടേ. ഇപ്പം അവിടെ ഒരു വീട് വയ്ക്കുന്ന ആ വീട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു ലൈറ്റ് അല്ലെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് എൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിനി 2 ചെടി നടണമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും ഭയങ്കര മഴ. ഇനി എങ്ങനെയാണ് ചെടി നടുന്നത്? ചെടിച്ചട്ടിയിലൊക്കെ ചാണകവും മണ്ണും ഒക്കെ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നടാനൊന്നും പറ്റില്ല. ഇനി മഴ തീരണം. ഇന്നലെ മഴയേ ഇല്ലായിരുന്നു. ഇന്നിപ്പം മഴ വീണ്ടും തുടങ്ങി. മഴ കാണാമോ? ആകാശത്തിൻ്റെ ഒരു നിറം കണ്ടോ? ശബ്ദം കേൾക്കുന്നില്ലേ മഴയുടെ? ഇതെൻ്റെ പനിക്കൂർക്ക. നഗരയല്ല, നവരയാണോ നഗരയാണോ അയല നിൽക്കുന്ന നാട്ടില്ലേ? ഇപ്പം നിറച്ച് നിൽപ്പുണ്ട്. വീട് ഇവിടെ വാഴയും ഉണ്ട്, കൊലയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റൂല ഇപ്പോൾ. എന്നാലും തോണ്ട ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേണമെങ്കിലൊന്ന് കാണാം, അത്രേ ഉള്ളൂ. ഭയങ്കര മഴയായിപ്പോയി, ഭയങ്കര മഴ. ആഹാ, ഇവിടെ ഒരു കൊല ഉണ്ടായിരിക്കും. ഞാൻ്റെ ഇപ്പോൾ കാണുന്നത്. ഇവിടെ കൊല ഉണ്ടാവുകയും മറിഞ്ഞ് വരുന്നതും തന്നെ ഇവിടുത്തെ ജോലി. അല്ലാണ്ട് ഈ ചെടിയിൽ ഇത് മറ്റേ മണിപ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് കുഞ്ഞായിട്ടൊക്കെ ഇളകി നടണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുമൊക്കെ നടണം. പിന്നെ ഇത് മോണ്ടറിങ് ഗ്ലൂ ഉണ്ട്. ഇതൊരു ചെടിയാണ്. ഇതിപ്പം വാടി നിൽക്കുകയാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ട്. ഇന്നിപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചേ പറ്റുള്ളൂ. പിന്നെ കരിമ്പ് നിൽക്കുന്നുണ്ടല്ലേ, കരിമ്പിൻ്റെ ഇല മാത്രം കാണാൻ പറ്റും. ജോലി പിന്നെ ആളങ്ങോട്ട് പോകണം. അതാ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മഴയല്ലേ, മഴ തീർന്നാലേ ഇനി കയറാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അടുത്ത മഴയുള്ളൊരു വീഡിയോയിൽ കാണാം. ബൈ.